ഹലോ ഗേസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് കൊട്ടിയൂർ പോവാണ് കേട്ടോ. അപ്പോൾ കാറ് റെൻറ്റിനെടുത്തിട്ടാണ് പോകുന്നത്. വടകരയിൽ നിന്നാണ് കേട്ടോ എടുക്കുന്നത്. അങ്ങനെ വടകര റെൻ്റൽ കാറിൽ വന്നിട്ട് കാർ എടുത്തിട്ടുണ്ട്. അവർ വാഷ് ചെയ്തൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പോവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ ഞങ്ങൾ മണത്തന വീട്ടിലോട്ടാണ് പോകുന്നത്. എന്നിട്ട് അവിടെ ഇന്ന് സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ ഞങ്ങൾ പോവുള്ളൂ. അതിനു മുമ്പേ ആയിട്ട് ഞങ്ങൾക്ക് അച്ഛനൊക്കെ നിൽക്കുന്ന, അതായത് ഇളന്നിക്കാർ നിൽക്കുന്ന കഞ്ഞിപ്പുരയിലോട്ട് പോകണം കേട്ടോ. മിതുവാണ് ഡ്രൈവ് ചെയ്യുന്നത്. പുറകിൽ അമ്മയും ലിയമോളും ഇരിപ്പുണ്ടേ. ലിയമോൾ ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ടേ. ലിയമോൾ ഇടക്കിടക്ക് അപ്പുറമായിട്ട് ഷിഫ്റ്റ് ചെയ്ത് കളിക്കുന്നുണ്ട്. പോകുന്ന വഴിക്ക് ഞങ്ങളൊരു തട്ടുകടയിൽ കയറിയിരുന്നു. അവിടുന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ മിതു. ഒരു ചായയും പഴംപൊരിയൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ട് ഞാൻ. അവരും അതുപോലെ തന്നെ കഴിച്ചിട്ടുണ്ട്. കൊള്ളായിരുന്നു കേട്ടോ, നല്ലതായിരുന്നു. ഏകദേശം ഞങ്ങൾ എത്താറായപ്പോഴാണ് കേട്ടോ കഴിക്കാനൊക്കെ കയറിയത്. അങ്ങനെ വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും ലിയമോൾ നല്ല ഉറക്കമായിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ പോവേണ്ടത്. ഇതിലും വലിയ കാടായിരുന്നേ ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ. ഇപ്പോൾ ഏകദേശം കാട് എന്നൊന്നും പറയാനില്ല. എന്നാലും നിങ്ങൾക്ക് ഈ വീഡിയോസിൽ കാണുമ്പോൾ അത്ര ക്ലിയർ ആയിരിക്കത്തില്ല. നല്ല കാടാണ് കേട്ടോ. ഇവിടെ രാത്രിയൊന്നും ഇതിലേ പോകാൻ പറ്റത്തില്ലേ. ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അങ്ങനെ നൊസ്റ്റാൾജി അടിച്ച് ഞാനിങ്ങനെ പോകുന്നുണ്ട്. പോകുന്ന വഴിക്കൊക്കെ കൊട്ടിയൂർ ഉത്സവം പ്രമാണിച്ച് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വേണം ഉച്ച ഭക്ഷണമൊക്കെ അവിടെ നിന്ന് കഴിച്ചു പോകാൻ. അതുപോലെ തന്നെ രാവിലത്തെയും വൈകിട്ടത്തെ ചായയൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാനിവിടുന്ന് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഒരു കാക്ക അവിടെ നിന്ന് ഇങ്ങനെ കരയുന്നുണ്ട് കേട്ടോ. ഈ വീട് കണ്ടോ, വീടും ബാക്ക്ഗ്രൗണ്ടൊക്കെ അടിപൊളിയാണ്. ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മളെ വണ്ടിക്ക് കൈ കാണിക്കുന്നത് അവരാണ് ഈ ഭക്ഷണമൊക്കെ തരുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞായിരുന്നില്ല അമ്പലത്തിൽ പോകുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഇവരുടെ ഇവിടെ ഉള്ള കഞ്ഞിപ്പുരയിൽ എത്താനായിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് ഞങ്ങൾ നേരെ മാമൻ്റെ വീട്ടിലോട്ടാണ് സ്റ്റേ അടിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. അതിന് മുമ്പേ ആയിട്ട് ഇവിടെയുള്ള ഒരു പള്ളി ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഫേവറേറ്റ് പള്ളിയാണ്. പേരൊന്നും എനിക്കറിയത്തില്ല. എപ്പോഴും ഇതുപോലെ മണത്തനെ പോകുമ്പോൾ കാണും. പിന്നെ വേറൊരു പള്ളി, ഒരു തോണിയുള്ള പള്ളിയുണ്ട് കേട്ടോ. മുമ്പേ തന്നെ ഒരു തോണീൻ്റെ ഇത് നിർമ്മിച്ച് വെച്ചൊരു പള്ളിയുണ്ട്. അപ്പോൾ അത് ആ പള്ളി ഞാൻ തിരിച്ചു പോകുന്ന വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ മണത്തന എത്തിയിട്ടുണ്ട്. മണത്തനയുള്ള, അതായത് ഞങ്ങളെ വീട് സ്ഥലമൊക്കെ ഉള്ള സ്ഥലത്തുള്ള കടയൊക്കെ കേട്ടോ. ഇതെല്ലാം ഒരു നൊസ്റ്റാൾജി ആയിട്ട് ഫീൽ ചെയ്യാണ് എനിക്ക്. അങ്ങനെ കഞ്ഞിപ്പുരയിലെത്തിയിട്ടുണ്ട്. നല്ല ചക്കയായിട്ടുണ്ട്, ചക്കപ്പുഴുക്ക്, പിന്നെ കഞ്ഞിയുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ മാമൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. കഴിക്കാൻ മാത്രമായിട്ട് വന്നതല്ല, ബ്ലോക്ക് കാരണം ലേറ്റായിട്ടാണ് ഇത്രയും ഉച്ച സമയത്ത് എത്തിയത് കേട്ടോ. അങ്ങനെ അവിടെ ഉള്ളവരോടൊക്കെ കുറച്ച് വിശേഷവും കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഈ കാണുന്നത് അവർ നേർച്ചക്ക് കൊണ്ടുപോകുന്ന ഇളനീരാണ് കേട്ടോ. അത് തോളിൽ വെച്ചിട്ടാണ് ഇവർ പോവുക. അത് കഴിഞ്ഞ് പിന്നെ അവിടെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവരെ ഒരു ചെന എന്ന് പറയും. അവിടെയുള്ളൊരു വഴിപാട് പോലെ ഇവർ ചെയ്യുന്നതാണ്. അത് ഓരോരുത്തരുടെ പേരിലാണ് കേട്ടോ. അപ്പം അതിനാണ് ഇവരിങ്ങനെ നിരന്ന് നിന്നേക്കുന്നത്, ചെനയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ചെനയ്ക്കുക എന്നാണ് പറയുക. അങ്ങനെ ഇവരെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരിങ്ങോട്ട് കയറി വരും. അപ്പോൾ ഇനി നമുക്ക് മാമൻ്റെ വീട്ടിലെത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാവേ. അങ്ങനെ മാമൻ്റെ വീട്ടിലെത്തി ഞങ്ങളെല്ലാവരും ഫ്രഷായി മാങ്ങ കഴിക്കുകയാണ്. നല്ല ടേസ്റ്റുള്ള മാങ്ങയായിരുന്നേ. അങ്ങനെ അവിടെ ഇരുന്ന് സൊറ പറഞ്ഞ് എന്തൊക്കെയൊക്കെയോ കുറേ കാലത്തിന് ശേഷം കാണുന്നതുകൊണ്ട് സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ അവിടെ ഒരു കുഞ്ഞ് വാവുണ്ട് കേട്ടോ. അതിനെ ഞാൻ വീഡിയോസിലൊന്നും കാണിക്കുന്നില്ല ഇപ്പോൾ തൽക്കാലം. അപ്പോൾ ഓക്കെ, ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരും വരെ ബൈ.